ഐഡിയ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ലിറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ കാപ്പിത്തൊണ്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിൽ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ചകിരിച്ചോറാണെങ്കിൽ ഇളക്കാൻ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു ഫാമിൽ ഡെയിലി ഇളക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ആയിരിക്കും ആ ഒരു ലിറ്റർ വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല പൊടിയായിട്ട് തന്നെ ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് കാപ്പിത്തൊണ്ടായാലും അതുപോലെ തന്നെ ചകിരിച്ചോറായാലും ഇതേപോലെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡൈജഷൻ കറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി 1-2 തവണ ഇളക്കി കൊടുക്കുക, വെള്ളം മറിയാതെ സൂക്ഷിക്കുക. വെള്ളം മറിയാതെ വെച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് നമ്മൾ വെള്ളപ്പാത്രത്തിൻ്റെ അടിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളപ്പാത്രത്തിൻ്റെ അടിയിൽ എങ്ങനെയാണ് കുറച്ച് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ അതൊന്ന് ജസ്റ്റ് നമ്മളെന്തുകൊണ്ടാണോ റാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ജസ്റ്റ് അതിനങ്ങോട്ട് ഫാമിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വലിച്ചിടുക. അവിടുന്ന് ഉണങ്ങിയ ലിറ്റർ ഇങ്ങോട്ട് തിരിച്ചിടുക. ആ ഒരു പ്രോസസ്സ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ലിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ ഫാമിൽ നിന്ന് യാതൊരു ദുർഗന്ധ പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ഫാമിൽ നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇനി ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടോ, ഞാൻ ആദ്യം കാണിച്ചത് ലിറ്റർ ഇട്ട പാടുള്ള ആ ഒരു പുതിയ ലിറ്ററിൽ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ലിറ്റർ നമ്മൾ ആ ഒരു കോഴിക്കുഞ്ഞ് പ്ലേസ്മെൻറ്റ് ചെയ്ത സമയത്ത് ഇട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം നല്ല കറുത്ത് ആ ഒരു ചകിരിച്ചോറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും എവിടെയും കട്ട പിടിച്ചിട്ട് നിൽക്കുന്നില്ല, നല്ല പൊടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചകിരിച്ചോറാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ വൃത്തിയിലൊക്കെ കോഴിനെ വളർത്താനൊക്കെ പറ്റും. അത് നിങ്ങളായിട്ട് ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കിനി തണുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മൾ ബ്രൂഡിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ബ്രൂഡിങ്ങിൽ ഇലക്ട്രിക് ബ്രൂഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആ ഒരു ഹാലജൻ ബൾബ് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ അത് ഫിലിപ്സിൻ്റെ ഹാലജൻ ബൾബ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അഫിലിയേറ്റഡ് ലിങ്കാണ് മുകളിൽ കാണുന്നത്. നിങ്ങൾക്ക് അതിലൂടെ ബൈ ചെയ്യാൻ പറ്റും.